നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഫിഫ വേൾഡ് കപ്പിൽ പോർച്ചുഗൽ ഇന്ന് കളിക്കാൻ ഇറങ്ങിയാണ്. ഇന്ന് രാത്രിയാണ് മത്സരം. പക്ഷേ നമുക്ക് ഇന്ത്യൻ സമയം നാളെ പുലർച്ചെ 5 മണിക്കാണ് പോർച്ചുഗൽ കൊളംബിയയുമായിട്ട് ഏറ്റുമുട്ടുന്നത്. കൊളംബിയ പൊതുവെ വളരെ ടഫായിട്ട് കളിക്കുന്ന ടീമാണ്. നന്നായിട്ട് ഫൗളൊക്കെ വരും. അതിനൊക്കെ റെഡിയാണോ പോർച്ചുഗൽ എന്നുള്ള ചോദ്യമാണ് പ്രീ മാച്ച് പ്രസ് കോൺഫറൻസിൽ കോച്ച് റോബർട്ടോ മാർട്ടിനസിനോട് ചോദിക്കുന്നത്. അദ്ദേഹം കൊളംബിയയെക്കുറിച്ച് പറയുന്ന വാക്കുകളിലേക്ക് പോകും. അദ്ദേഹം പറയുന്നു, ഈ വേൾഡ് കപ്പ് പോലുള്ള ടൂർണമെൻറ്റിൽ നമുക്ക് റൈറ്റ് പാത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. എന്താണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് ലെവലിലേക്ക് എത്തുക എന്നുള്ളതാണ്. ദെൻ അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് വിജയങ്ങൾ നേടിയെടുക്കാൻ പറ്റുകയുള്ളൂ. നാളെ ഞങ്ങൾ തീർച്ചയായിട്ടും, അത് ഇന്നലെ പറയുകയാണേ, നാളെ ഞങ്ങൾ തീർച്ചയായിട്ടും കൊളംബിയയെ റെസ്പെക്റ്റ് ചെയ്യും. പക്ഷേ ഞങ്ങൾ രണ്ടാം മത്സരത്തിൽ ഉസ്ബെക്കിസ്ഥാനെതിരെ ചെയ്തതെന്തോ അത് തുടരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യുക, ഏറ്റവും കൂടുതൽ മികച്ച രൂപത്തിൽ പെർഫോം ചെയ്യുക, അതാണ് ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞ കോച്ച് ഇപ്പോൾ മാധ്യമങ്ങൾ വീണ്ടും അദ്ദേഹത്തോട് എടുത്തു ചോദിച്ചു വളരെ കൃത്യമായിട്ട്. കൊളംബിയ ടീമിനെ സംബന്ധിച്ചിടത്തോളം വളരെ ടഫായിട്ട് കളിക്കുന്ന ഒരു ടീമാണ്. അവരും ബ്രസീലും തമ്മിൽ എപ്പോഴൊക്കെ കളി വന്നിട്ടുണ്ടോ അപ്പോഴൊക്കെ വലിയ രൂപത്തിൽ ഫൗളുകൾ നമ്മൾ കാണാറുണ്ടല്ലോ. അതുപോലെ അവരുടെ കഴിഞ്ഞ മത്സരങ്ങളിലും നമ്മളിത് കാണുന്നുണ്ട്. അപ്പം അവരെ നേരിടുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമാണ് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ചോദ്യം വരുന്നത്. അതായത് ബ്രസീലും കൊളംബിയയും തമ്മിൽ കളിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, എപ്പോൾ കണ്ടാലും അതൊരു റിയൽ ബാറ്റിലായിട്ട് മാറാറുണ്ട്. കോങ്കോക്കെതിരെയുള്ള കൊളംബിയയുടെ കളിയിൽ 28 ഫൗളുകളാണ് വന്നത്. അത്തരത്തിലുള്ളൊരു ചവിട്ടിക്കൂട്ടലിന് റെഡി ആയിട്ടുണ്ടോ? ആർ യു പ്രിപ്പയർഡ് എന്നാണ് ചോദിച്ചത്. അദ്ദേഹത്തിൻ്റെ മറുപടി, തീർച്ചയായിട്ടും കൊളംബിയയുടെ സ്ട്രെങ്ത്ത് അത് അവരുടെ ഡ്യുവൽസാണ്. നേർക്ക് നേർ പോരാട്ടത്തിന് അവർ വരും. ഡ്യുവൽസാണ്, അവരുടെ കോമ്പറ്റിറ്റീവ്നെസ്സാണ്. ഞങ്ങൾ അതിന് പ്രിപ്പയർഡാണ്. തീർച്ചയായിട്ടും നമ്മൾ ആ ഒരു കളിയുടെ എക്സൈറ്റ്മെൻറ്റ് നഷ്ടപ്പെടാതെ ഏതു തരത്തിലുള്ള കോമ്പറ്റീഷനും നമ്മൾ തയ്യാറായിരിക്കണം. ഞങ്ങളുടെ ഫോക്കസ് എന്താണെന്ന് വെച്ചാൽ അവരെന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, ഞങ്ങളുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ നല്ല രൂപത്തിൽ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഫോക്കസ്ഡ് ആണ്. കൊളംബിയൻ ചാലഞ്ച് നമ്മളത് നേരിടാൻ തയ്യാറായാൽ ഗെയിമിൻ്റെ ആ ഒരു ആസ്പെക്റ്റും നമുക്ക് നല്ല രൂപത്തിൽ മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകാൻ സാധിക്കില്ലേ? അപ്പോൾ ആ അർത്ഥത്തിലാണ് കൊളംബിയയുടെ ഇങ്ങനെയുള്ള കളിയെ കാണുന്നത് എന്നുകൂടി കോച്ച് വളരെ കൃത്യമായിട്ട് പറയുന്നു. അതോടൊപ്പം തന്നെ പോർച്ചുഗലിൽ നിന്ന് വളർന്നു വരുന്ന യുവതാരങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ജാവോ നെവസ്, വിറ്റീഞ്ഞ, ബ്രൂണോ ഫെർണാണ്ടസ്, ഇങ്ങനെയുള്ള താരങ്ങൾ ടീമിൻ്റെ ബാലൻസ് മികച്ചതാക്കിയിട്ടില്ലെന്ന് ചോദിക്കും. അദ്ദേഹത്തിൻ്റെ മറുപടി, തീർച്ചയായിട്ടും ഞാനിവിടെ 2023 പോർച്ചുഗലിൻ്റെ കോച്ചായിട്ട് വരുന്ന സമയത്ത് വിറ്റീഞ്ഞൊന്നും സ്ക്വാഡിൽ തന്നെ ഉണ്ടായിരുന്നില്ല. തീർച്ചയായിട്ടും പോർച്ചുഗലിൽ നിന്ന് വളരെ മികച്ച യുവതാരങ്ങൾ വളർന്നു വരുന്നു എന്നുള്ളത് സന്തോഷമുണ്ടാക്കുന്ന കാര്യമാണ്. പിന്നെ ജാവോ നെവസ് വന്നു. അത്രയധികം ടാലൻറ്റുകൾ ഇവിടെയുണ്ട്. അവർക്ക് നമ്മൾ വാതിൽ തുറന്നു കൊടുക്കുകയാണ് വേണ്ടത്. പോർച്ചുഗൽ എന്ന് പറഞ്ഞാൽ ഒരു എക്സലൻ്റ് എക്സാമ്പിളാണ്. ഇങ്ങനെ ടാലൻറ്റുകളുടെ 10 മില്യൺ ആളുകൾ പോർച്ചുഗലിലുണ്ട്. പുതിയ ടാലൻറ്റുകൾ വരും. നമ്മൾ ബെർണാഡോ സിൽവയെ, ബ്രൂണോ ഫെർണാണ്ടസിനെ, ജാവോ നെവസിനെ, വിറ്റീഞ്ഞയൊക്കെ നമ്മൾ പറയുന്നില്ലേ? അതുപോലെ തന്നെ ഡിഫറെൻറ്റ് പ്ലെയേഴ്സ് ഓരോരോ പൊസിഷനിലേക്കും പോർച്ചുഗൽ ഉയർന്നു വരും. പോർച്ചുഗൽ പ്രതിഭകളുടെ ഒരു സംഗമമാണ് എന്നുകൂടി റോബർട്ടോ മാർട്ടിനസ് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഇന്ന് ജയിച്ചാലാണ് ഗ്രൂപ്പിൽ 1-ാം സ്ഥാനം കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ 2-ാം സ്ഥാനത്തേക്ക് പോവും. ഗ്രൂപ്പിൽ 1-ാം സ്ഥാനം കിട്ടുന്നതിന് വലിയ പ്രാധാന്യമുണ്ടോ? എന്താണ് അഡ്വാൻറ്റേജ് ചോദിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാനങ്ങനെ കാണുന്ന ഒരു അഡ്വാൻറ്റേജും ഇല്ല. 1-ാം സ്ഥാനമായാലും 2-ാം സ്ഥാനം എന്താണ്, 2-ാം സ്ഥാനമായാലും എന്താണ്, മുന്നോട്ട് പോവുമല്ലോ വേണ്ടത്. ഇപ്പോൾ ഞാൻ എൻ്റെ ആദ്യ വേൾഡ് കപ്പിലാണ് ടീമും കൊണ്ടുവരുന്നതെങ്കിൽ ശരി, ഞാനൊരു പക്ഷേ 1-ാം സ്ഥാനത്ത് എത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറയും. ഒരു ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾ എന്ന രൂപത്തിൽ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് ഒരു പക്ഷേ പ്ലാൻ ഉണ്ടാക്കേണ്ടി വരും. എല്ലാ മാച്ച് ഡേയിലും എല്ലാ പോസിബിലിറ്റിയും ഒക്കെ പരിശോധിച്ചെന്ന് വരും. പിന്നെ നമ്മൾ മനസ്സിലാക്കും ഇതൊന്നുമല്ല റിയാലിറ്റി എന്ന്. 2018 നോക്കുക, ഞങ്ങൾ അന്ന് അദ്ദേഹം ബെൽജിയത്തിൻ്റെ കോച്ചാണ്. അപ്പോൾ അതാണ് പറഞ്ഞത്. 2018 നോക്കുക, ഞങ്ങൾ ആ കളി ജയിച്ചാൽ, ഗ്രൂപ്പിൽ അവസാന കളി ജയിച്ചാൽ ബ്രസീലിനെതിരെയാണ് കളിക്കേണ്ടി വരിക എന്നറിഞ്ഞിട്ടും ഞങ്ങൾ ആ മത്സരം വിജയിക്കുകയാണ് ചെയ്തത്. ദെൻ ഞങ്ങൾ ക്വാർട്ടർ ഫൈനലും കടന്നങ്ങ് മുന്നോട്ട് പോയിട്ട് 3rd പ്ലേസ് പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ പരാജയപ്പെടുത്തി ഞങ്ങൾ 3-ാം സ്ഥാനത്തെത്തി. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കഴിയാവുന്ന അത്ര എല്ലാ മത്സരങ്ങളും വിജയിച്ച് പോവുക എന്നുള്ളതാണ്. അതാണ് ലോക്കർ റൂമിൽ ബെസ്റ്റ് പോസിബിൾ അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കാനും നമുക്ക് നല്ലത്. ഈ പാത്ത് എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും, ആ പാത്തിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇറ്റ് ഡസൻറ്റ് മാറ്റർ. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം 3 വ്യത്യസ്ത രാജ്യങ്ങളിലായിട്ടാണ് വേൾഡ് കപ്പ് നടക്കുന്നത്. ഈ 3 രാജ്യങ്ങൾ നമ്മൾ ട്രാവൽ ചെയ്യേണ്ടി വരും. അത് വളരെ ലോങ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇമ്പോർട്ടൻ്റ് കാര്യം എന്താണ്, നമ്മൾ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് കളിക്കളത്തിൽ കൊടുക്കുക എന്നുള്ളതല്ലേ.
അതുകൊണ്ട് ഞങ്ങൾ പ്രിപ്പയർഡ് ആണ് എന്ന് കോച്ച് പറയുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.